Hello dear students, welcome to Phoenix Technos. Industries Extension Officerന്റെ മാത്തമാറ്റിക്സ് സിലബസിലെ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാൽക്കുലസിൽ ലിമിറ്റ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ കോൺസ്റ്റന്റ് എ ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ ഫോർമാറ്റ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ ഫോർമാറ്റ് ആണ് നോർമലി ചോദിക്കുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ, ആ ടോട്ടൽ ഫംഗ്ഷനെ ലോഗരിതം അപ്ലൈ ചെയ്തിട്ടായിരിക്കും ലിമിറ്റ് ഫൈൻഡ് ചെയ്യുന്നത്. ആ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്, അതുപോലെ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് ഡയറക്ട്ലി വിത്തിൻ സെക്കൻഡ്സിൽ ആൻസർ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ ഫോർമാറ്റിലാണെങ്കിൽ ലോഗ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും ആ ഫംഗ്ഷന്റെ ആക്ച്വൽ ലിമിറ്റ് ഫൈൻഡ് ചെയ്യുന്നത്. ദെർഫോർ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷനെ ലോഗ് അപ്ലൈ ചെയ്യാം. അതിന്റെ റീസൺ പറയാം. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1+a/x ദ ഹോൾ റേസ് ടു എക്സ് ഫോർമാറ്റിലാണ്. ഇവിടെ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഏത് ഫോർമാറ്റിലായിരിക്കും? 1+a/∞ റേസ് ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ നമുക്ക് പറയാം 1/∞ ഫോർമാറ്റിലാണെന്ന് പറയാം. ഒരിക്കലും 1/∞ 1 എന്ന് എഴുതി വെക്കരുത്. ഒരിക്കലും 1/∞ എന്തല്ല, 1 അല്ല. 1/∞ ഏത് ഫോമിലായിരിക്കും? ഇൻഡിറ്റർമിനേറ്റ് ഫോമിലായിരിക്കും. ഓൾവേസ് അറിഞ്ഞിരിക്കുക, 1/∞ എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ദെർഫോർ ഇവിടെ ഡയറക്ട്ലി നമുക്ക് ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ 1/∞ ഏത് ഫോമിൽ കൺവേർട്ട് ചെയ്യണം? എയ്തർ 0/0 ഫോം ഓർ ∞/∞ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അപ്ലൈ എൽ ഹോസ്പിറ്റൽ റൂൾ. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്താൽ ഡയറക്ട്ലി നമുക്ക് ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ദെർഫോർ ഈ 1/∞ ഏത് ഫോമിൽ കൺവേർട്ട് ചെയ്യണം? എയ്തർ 0/0 ഓർ ∞/∞ ഫോമിൽ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ഈ y എന്ന് പറഞ്ഞ ഫംഗ്ഷനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും? ലോഗ് വൈയിലോട്ട് കൺവേർട്ട് ചെയ്യും. ദെർഫോർ ലോഗ് y ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? ലോഗ് ഓഫ് ലിമിറ്റ് ആയിട്ട് മാറും. നമുക്കറിയാം ലോഗ് ഓഫ് ലിമിറ്റും ലിമിറ്റ് ഓഫ് ദ ലോഗ് ഫംഗ്ഷനും ഈക്വൽ ആയിരിക്കും. ദെർഫോർ ലിമിറ്റിനെ എനിക്ക് പുറത്ത് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്തായിട്ട് മാറും? ലോഗ് ഓഫ് 1+a/x ദ ഹോൾ പവർ എക്സ് ആയിട്ട് മാറും. ഈ ഫോമിലായിട്ട് മാറും. നമുക്കറിയാം ലോഗ് എക്സ് റേസ് ടു n ലോഗ് എക്സ് ആയിരിക്കും. ദെർഫോർ ഇവിടെ പവർ ആയിട്ടാണ് എക്സ് വന്നിരിക്കുന്നത്. ആ പവറിന് എന്തായിട്ട് എഴുതാം? മൾട്ടിപ്ലയർ ആയിട്ട് എഴുതാം. ദെർഫോർ ലിമിറ്റ് എന്തായിട്ട് മാറും? ലോഗ് y ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് ലോഗ് ഓഫ് 1+a/x ആയിട്ട് മാറും. ഇത്രയും ഡൗട്ടില്ലെന്ന് കരുതുന്നു. ഇവിടെ നോക്ക്, ഇവിടെ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ, ഈ പർട്ടിക്കുലർ ഫംഗ്ഷനിൽ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ എന്താണ്? ഡയറക്ട്ലി എക്സിന് പകരം ഇൻഫിനിറ്റി കൊടുത്താൽ എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. ഇവിടെ 1+a/x എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആയാൽ ഈ ടേം എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ദെർഫോർ അത് ലോഗ് 1 ആയിട്ട് മാറും. നമുക്കറിയാം ലോഗ് 1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ദെർഫോർ ഇത് ഏത് ഫോമിലായിട്ട് മാറും? 0 വിത്ത് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഇൻഫിനിറ്റി വിത്ത് 0 ആയിട്ട് മാറും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 0/ ഈ ഇൻഫിനിറ്റി ഡിനോമിനേറ്ററിൽ വന്നാൽ എന്തായിട്ട് മാറും? 1/∞ ആയിട്ട് മാറും, അല്ലെങ്കിൽ 0/0 ഫോമിലായിട്ട് മാറും. ദെർഫോർ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൾവേസ് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് ഫോമിൽ മാത്രമാണ്. ദെർഫോർ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ എക്സിന് ഇൻഫിനിറ്റി ആകുന്നത് കൊണ്ട് ആ എക്സിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? എക്സിന് നമുക്ക് 1/1/x ആയിട്ട് എഴുതാം. ഈ 1/x ഡിനോമിനേറ്ററിൽ വന്നാൽ ന്യൂമറേറ്ററിൽ പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ജസ്റ്റ് എക്സ് ആയിട്ട് മാറും. ദെർഫോർ ഇതിപ്പോ ഏത് ഫോമിലായിട്ട് മാറി? 0/0 ഫോമിലായിട്ട് മാറി. ദെർഫോർ എനിക്ക് എന്ത് അപ്ലൈ ചെയ്യാം? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. നമുക്കറിയാം ലിമിറ്റ് ഓഫ് എ
ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ അനദർ ഫംഗ്ഷൻ 0/0 ഫോമിലാണെങ്കിൽ ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അതിന് സെപ്പറേറ്റ്ലി എന്ത് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദെർഫോർ നമുക്ക് എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാം. ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും സെപ്പറേറ്റ് ഡെറിവേറ്റീവ്, ഒരിക്കലും കോഷ്യന്റ് റൂൾ ഓഫ് ഡെറിവേറ്റീവ് അല്ല. ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഡെറിവേറ്റീവ് എന്ത് ചെയ്യുക, സെപ്പറേറ്റ്ലി ഫൈൻഡ് ചെയ്യുക. ദെർഫോർ ന്യൂമറേറ്ററിൽ ലോഗ് ഓഫ് ഫംഗ്ഷൻ ആണ്, നമുക്കറിയാം. ലോഗ് ഓഫ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 1 ഡിവൈഡഡ് ബൈ ആ ഫംഗ്ഷൻ ആയിരിക്കും. ദെർഫോർ ലോഗ് ഓഫ് 1 + a ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 1 ഡിവൈഡഡ് ബൈ 1 + a ഡിവൈഡഡ് ബൈ എക്സ് ആയിരിക്കും. അതേ മൾട്ടിപ്ലൈഡ് വിത്ത് ലോഗിനകത്ത് വന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. 1ന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. a ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, -a ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ആയിരിക്കും. 1 ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, -1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ആണ്. ദെർഫോർ ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടി. അതുപോലെ എന്തും ഫൈൻഡ് ചെയ്യണം, ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന 1/xന്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം. 1/xന്റെ ഡെറിവേറ്റീവ് എന്താണ്, -1/x² ആണ്. ദെർഫോർ ഈ എക്സ് സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. -1 ന്യൂമറേറ്ററിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും, +1 ആയിട്ട് മാറും. ദെർഫോർ ടോട്ടൽ ഡെറിവേറ്റീവ് എന്തായിട്ട് മാറും, ടോട്ടൽ ഫംഗ്ഷൻ എന്തായിട്ട് മാറും, ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി a ഡിവൈഡഡ് ബൈ 1 + a ഡിവൈഡഡ് ബൈ എക്സ് ആയിട്ട് മാറും. ഇവിടെ x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആകുമ്പം a ഡിവൈഡഡ് ബൈ എക്സ് 0 ആയിട്ട് മാറും. ദെർഫോർ ഈ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും, a എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് y ആയിരുന്നു, നമുക്ക് ലോഗ് y ഈക്വൽ ടു എന്ത് കിട്ടി, a എന്ന് കിട്ടി. ദെർഫോർ നമുക്ക് പറയാം ലോഗ് y ഈക്വൽ ടു a ആണ്. ലോഗ് ക്യാൻസൽ ചെയ്യാൻ എന്ത് എടുക്കണം, ആന്റി ലോഗ് അല്ലെങ്കിൽ എക്സ്പൊണന്റ് എടുക്കണം. ദെർഫോർ y ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എക്സ്പൊണന്റ് ഓഫ് a അല്ലെങ്കിൽ e⁻a ആയിരിക്കും. ദെർഫോർ ഈ തന്നിരിക്കുന്ന ലിമിറ്റിന്റെ ആൻസർ എന്താണ്, എക്സ്പൊണന്റ് റേസ് ടു a അല്ലെങ്കിൽ e⁻a ആയിരിക്കും ആൻസർ. ഇവിടുത്തെ ഷോർട്ട് കട്ട്, ഈ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഷോർട്ട് കട്ട് ഇതാണ്, 1 + a ഡിവൈഡഡ് ബൈ എക്സ് 1 + a ഡിവൈഡഡ് ബൈ എക്സ് ദ ഹോൾ പവർ എക്സ് ഇഫ് ദ ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന്റെ ആൻസർ ഇതാണ്, e⁻. ഇവിടെ വന്നിരിക്കുന്ന ടേം എന്താണോ, അവിടെ വന്നിരിക്കുന്ന ടേം എന്താണ്, a ഡിവൈഡഡ് ബൈ എക്സ് ആണ്. അതേ മൾട്ടിപ്ലൈഡ് വിത്ത് ഇവിടുത്തെ പവർ ആയിരിക്കും. ദെർഫോർ ആൻസർ എന്തായിരിക്കും, എക്സും ക്യാൻസൽ ആകും. ആൻസർ e⁻a ആയിരിക്കും. ഈ സെയിം ക്വസ്റ്റ്യൻ ഡിഫറെന്റ് രീതിയിൽ ചോദിക്കാം. ലിമിറ്റ് x ടെൻഡ്സ് ടു 0, ലിമിറ്റ് x ടെൻഡ്സ് ടു 0 1 + ax റേസ് ടു 1/x എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്, ലിമിറ്റ് x ടെൻഡ്സ് ടു 0 1 + ax റേസ് ടു 1/x എന്ന് ചോദിക്കാം. ഇവിടെയും എക്സിന് ഡയറക്ട്ലി 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏത് ഫോമിലാണ്, 1 റേസ് ടു ഇൻഫിനിറ്റി ഫോമിലാണ്. ദെർഫോർ ഇതിന്റെ ഷോർട്ട് കട്ട് എന്തായിരിക്കും, e⁻, ഇവിടെ വന്നിരിക്കുന്ന ടേം ax ആണ്. അതേ മൾട്ടിപ്ലൈഡ് വിത്ത് ഇവിടുത്തെ പവർ ഈക്വൽ ടു ax മൾട്ടിപ്ലൈഡ് വിത്ത് 1/x ഈക്വൽ ടു എന്തായിട്ട് മാറും, e⁻a ആയിട്ട് മാറും. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ എഴുതിയാൽ ഞാൻ എടുക്കുന്നു, ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 + x ഡിവൈഡഡ് ബൈ a റേസ് ടു x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആണ്. 1 + x ടെൻഡ്സ് ടു 0 എന്ന് എടുക്കുന്നു. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 1 + x ഡിവൈഡഡ് ബൈ a ദ ഹോൾ റേസ് ടു b ഡിവൈഡഡ് ബൈ x എന്ന് എടുക്കുന്നു. ഇതാണ് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 1 + x ഡിവൈഡഡ് ബൈ a ദ ഹോൾ പവർ b ഡിവൈഡഡ് ബൈ x എന്ന് എടുക്കുന്നു. ഇതും ഏത് ഫോർമാറ്റിലാണ്, 1/∞ ഫോർമാറ്റിലാണ്. ദെർഫോർ ഷോർട്ട് കട്ട് ആൻസർ എന്തായിരിക്കും, e⁻, ഇവിടെ വന്നിരിക്കുന്ന ടേം x ഡിവൈഡഡ് ബൈ a ആണ്. അതേ മൾട്ടിപ്ലൈഡ് വിത്ത് പവർ ആയിരിക്കും ആൻസർ. ദെർഫോർ ആൻസർ എന്തായിട്ട് മാറും, ആൻസർ x ക്യാൻസൽ ചെയ്ത് പോകും. ആൻസർ e⁻b ഡിവൈഡഡ് ബൈ a ആയിരിക്കും ആൻസർ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം, e⁻, ഇവിടുത്തെ ടേം റേസ് ടു ഇവിടുത്തെ പവർ ആയിരിക്കും ആൻസർ. ഈ ലിമിറ്റ് ഏത് ഫോർമാറ്റിലാണെങ്കിൽ 1/∞ ഫോർമാറ്റിലാണെങ്കിൽ മാത്രം. ഈ ഷോർട്ട് കട്ട് ഓർത്തിരിക്കുക, എല്ലാ ടൈപ്പ് ഓഫ് ലിമിറ്റിനും കുറെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. സിമിലർ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സോൾവ് ചെയ്യാം.
ഈ ഷോർട്ട് കട്ട് ഓർത്തിരിക്കുക. താങ്ക് യു ഓൾ.